കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സിപിഎം നേതാക്കൾ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ. ഏരിയ സെക്രട്ടറി അടക്കമുള്ള 5 നേതാക്കളാണ് കോടതിയെ സമീപിച്ചത്. അതേസമയം കലാരാജു പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പ് മീഡിയ വണ്ണിൽ ലഭിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് പറ്റിച്ചുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. കലാരാജുവിന്റെ വിമർശനങ്ങൾ ഉണ്ടയില്ല വെടിയാണെന്ന് സിപിഎം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി രതീഷ് പറഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കലാരാജു ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യം, 2021 അവസാനം നടന്ന കാര്യം അന്നൊരു ഘട്ടത്തിൽ സൂചിപ്പിക്കാതെ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ നിലയിൽ അവതരിപ്പിക്കുന്നത് അത് ദുരുദ്ദേശപരമാണ്. അതിൽ യാതൊരു കഴമ്പുമില്ലാത്ത കാര്യമാണ്. അത് ആ നിലയിൽ തന്നെ പരിശോധിക്കാൻ, ആ നിലയിൽ തന്നെ മനസ്സിലാക്കാൻ സന്നദ്ധമാണെന്നുള്ളതാണ് സൂചിപ്പിക്കാം. സിജോ വർഗീസ് ചേരുന്നു. സിജോ, എന്തൊക്കെയാണ് കത്തിലുള്ള പരാതികൾ, ആരോപണങ്ങൾ? സിപിഎം നിയമപരമായി എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ധന്യ, പാർട്ടിയുമായി ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കലാരാജു പറഞ്ഞിരുന്നു. അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി അനുഭാവപൂർണമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ഒരു വിമർശനം നേരത്തെ തന്നെ കലാരാജു ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് ഈ പാർട്ടിയുമായി ഒരല്പം അകൽച്ച ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഈ അകൽച്ച UDF മുതലെടുക്കുകയായിരുന്നു എന്നാണ് CPM ആരോപിച്ചിരിക്കുന്നത്. ഈ പാർട്ടിയെ സമീപിച്ചപ്പോൾ, തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടിയെ സമീപിച്ച ആ ഒരു കത്ത്, ആ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. 2024 ഒക്ടോബർ മാസമാണ് ഈ കത്ത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നത്. അതായത് സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകൾ തീർക്കാനെന്ന പേരിൽ തൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടും സ്ഥലവും വിൽപ്പന നടത്തി ഏരിയ കമ്മിറ്റി അംഗവും ഈ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റും നിലവിൽ നഗരസഭ വൈസ് ചെയർമാനുമായ സണ്ണി കുര്യാക്കോസ് പറ്റിച്ചു, വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. അതായത് സ്വന്തമായിരുന്ന വീട് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ മതിപ്പ് വിലയിൽ ലഭിക്കാതെ അത് വിറ്റു. ഒപ്പം തന്നെ പുതിയ വീട് വാങ്ങി നൽകിയതിലും ഇടനിന്നത് സണ്ണി കുര്യാക്കോസാണ്. ഇതിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. 2016 ഏതാണ്ട് 10 ലക്ഷം രൂപ ഈ കലാരാജുവിൻ്റെ ഭർത്താവ് ബാങ്കിൽ നിന്ന് വായ്പയായി എടുക്കുന്നത്. അത് 2021 അടച്ചു തീർക്കുമ്പോഴേക്കും ഏതാണ്ട് 23 ലക്ഷം രൂപയോളമായി. ബാങ്കിലെ മെമ്പറായിരുന്നു കലാരാജുവിൻ്റെ ഭർത്താവ്. സ്വാഭാവികമായും ലഭിക്കേണ്ട ഇളവുകൾ അത് ലഭിച്ചില്ല. തന്നെയുമല്ല, ഈ ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സ്ഥലം വിറ്റ് കിട്ടിയ തുകയിൽ കുറച്ച് തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അതിന് മതിയായ രസീത് നൽകിയിട്ടില്ല. ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചത് എന്നുള്ള രീതിയിൽ ചില കണക്കുകൾ ബാങ്ക് പ്രസിഡന്റും MD അടക്കമുള്ളവർ പറയുകയും ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു വ്യക്തതയില്ല എന്നും കലാരാജു പരാതിയിൽ പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങളാണ് തന്നെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിന് പരിഹാരം ആവശ്യപ്പെട്ടാണ് ഈ പാർട്ടി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കലാരാജു പരാതി നൽകിയത്. ഈ പരാതിയിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായി കലാരാജു ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് CPM ഏരിയ സെക്രട്ടറിയുടെ മറുപടി വന്നിരുന്നു. അതായത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്, അതിനുശേഷം ഈ പരാതി പരിഗണിക്കുമെന്നായിരുന്നു പ്രധാനമായും PB രതീഷ് പറഞ്ഞു വെക്കുന്നത്. PB രതീഷിൻ്റെ കലാരാജുവിൻ്റേത് ഉണ്ടയില്ലാത്ത ഒരു വെടിയാണ്, പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പറയുന്നത്, അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. സ്ഥലം വിറ്റതിലും വാങ്ങിയതിലുമെല്ലാം ന്യായമായ വില അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും PB രതീഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. ബാങ്ക് ഇടപാടുകളിൽ എന്താണ് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ആർക്കും പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്, രേഖകൾ ഉള്ള കാര്യമാണ്. അത് ആ വഴിക്ക് പരിശോധിക്കാനുള്ള അവസരം ഇനിയും